ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അത്ര അടിപൊളിയൊന്നുമല്ല, എന്നാലും പാർട്ട് 3 ഓഫ് ഒഫീഷ്യൽ ഹോളിഡേ. കുറച്ച് നാളായത് പോയിട്ട്, എന്നാലും കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. പതിവ് പോലെ ലേറ്റായിട്ട് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ഈ റെഡിയായി പോകുന്നത് എവിടെയാണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അതെ, ഞങ്ങൾ കുറച്ച് ത്രില്ലിലാണേ. വേറൊന്നും കൊണ്ടല്ല കേട്ടോ ഇത്രയും ത്രില്ല്. വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ഞങ്ങളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു സ്ഥലത്തേക്കാണ് കേട്ടോ ഞങ്ങളിന്ന് പോകുന്നത്. അതുകൊണ്ടായിരിക്കണം കുറച്ച് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്. നാട്ടിൽ നിൽക്കുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു ഫോട്ടോസാണ് UK മിക്കുള്ളവരും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്ത്, അതും പ്രത്യേക ഒരു സീസണിൽ മാത്രം വിസിറ്റ് ചെയ്ത് കുറേ ഫോട്ടോസ്. അപ്പോഴേ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾക്കും പോകണമെന്ന്. അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഒട്ടും പാഴാക്കാൻ നിന്നില്ല. ഞങ്ങളെല്ലാവരും കൂടെ കുറ്റിയും പുറത്ത് അങ്ങോട്ടേക്ക് യാത്രയായി. ഇത്രയും ഇൻട്രോ ഒക്കെ പറഞ്ഞതല്ലേ, ഓക്കെ, ഇനി ഞാൻ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞേക്കാം. ഞങ്ങൾ ലാവൻഡർ ഗാർഡനിലേക്കാണ് കേസ് പോകുന്നത്. കുറച്ചേറെയായി ഞങ്ങളിതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം വിൻ്ററൊക്കെ കഴിഞ്ഞ് സമ്മറിൻ്റെ അവസാനമൊക്കെ ആയിരിക്കും ഈ ലാവൻഡർ ഗാർഡൻ ഏതാണ്ട് ഒക്കെ ഒന്ന് നേരെയായി പൂത്ത് സെറ്റായിട്ട് നിൽക്കണേ. അതുകൊണ്ടായിരുന്നു ഇത്രയും നാൾ നമ്മൾ ഡിലേ ആക്കിയതും. കാരണം മറന്നും കൊണ്ടല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നൊരു സ്ഥലമല്ല അത് പൂത്ത് നിൽക്കുമ്പോഴേ നമുക്ക് പോയി കാണാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. കിട്ടിയ അവസരത്തിന് ഞങ്ങൾ പോയി. ഞങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്തു. കാരണം അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴത്തേക്കിന് നല്ല രീതിയിലുള്ള വ്യൂസ് കിട്ടണമല്ലോ. അതുകൊണ്ട് തന്നെയും അത്യാവശ്യം വലിയൊരു ഗാർഡനിലേക്കായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിരുന്നത്. പക്ഷേ ഇതിത്ര അറിയപ്പെടുന്ന സ്ഥലമല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, അതോ ഇനി ഔട്ടർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, അതോ ഇനി കുറച്ചുകൂടെ നന്നായിട്ട് ലാവൻഡറൊക്കെ പൂത്തിട്ട് ആളുകൾ വരാമെന്ന് വിചാരിച്ചിരുന്നുകൊണ്ടാണെന്നൊന്നറിയില്ല. അത്യാവശ്യം ആളുകളുടെ തിരക്ക് കുറവായിരുന്നു. പിന്നൊരു കാര്യം, ഞങ്ങൾ പോയതും വർക്കിംഗ് ഡേയിലായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് എൻട്രൻസിൽ നിന്ന് അങ്ങോട്ടേക്ക് നടന്നു കേട്ടോ. ഫ്രണ്ടിൽ തന്നെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ പോയി ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ച് ഉള്ളിലേക്ക് നടക്കണമായിരുന്നു. അങ്ങനെ ഒരു തേരിയൊക്കെ കയറി അത്യാവശ്യം നടന്ന് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്പോട്ട് നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അതിന് മുന്നേ ഞങ്ങൾ കാറിൽ വന്നപ്പോഴേ ഞങ്ങൾ എവിടെയെങ്കിലും വയലറ്റ് കളർ കാണുന്നുണ്ടോ എന്നായിരുന്നു ഞങ്ങൾ നോക്കി വന്നിരുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും കണ്ടില്ല. കാരണം അത് കുറച്ച് ഉള്ളിലേക്കായിരുന്നു കേട്ടോ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ആരുടെയും ശ്രദ്ധയിൽ പെടില്ല. ഈ വീഡിയോയിൽ തന്നെ കണ്ടല്ലേ, ഞങ്ങൾ ഒരുപാട് നടന്നിട്ടാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നത്. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴും ഞങ്ങൾ കരുതിപ്പോയി ഇത്രയൊക്കെ ഭംഗിയുണ്ടായിരുന്നുള്ളൂ എന്ന്. പക്ഷേ ഞങ്ങൾക്കത് പറ്റിയൊരു ചെറിയ മിസ്റ്റേക്കാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഇതിൻ്റെ ഓപ്പണിംഗ് ടൈമിലായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിരുന്നത്. അതുകൊണ്ട് തന്നെയും ഇവിടുത്തെ പൂക്കളൊക്കെ ഇങ്ങനെ പിടിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് മിക്കുള്ളതും മുട്ടിട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയും ഒരു അടഞ്ഞ കളറിലായിരുന്നു ഞങ്ങൾ കണ്ടിരുന്നത് കേട്ടോ. എന്നാലും ഭംഗിക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് പേര് വരികയും ഫോട്ടോഷൂട്ട് എടുക്കുകയും കപ്പിൾസ് ഫോട്ടോസും ഫാമിലി ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തേനീച്ചയുടെ ശല്യമായിരുന്നു കേട്ടോ. ഇത്രയും മനോഹരമായിട്ടുള്ള പൂക്കൾ പിടിച്ചെടുക്കുമ്പോഴത്തേക്ക് തേനീച്ച വരാണ്ടിരിക്കുമോ? അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നേരിട്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത്രയും മനോഹരമായിട്ടുള്ള പൂക്കളുടെ ഇടയിൽ നിന്നൊരു ഫോട്ടോ എടുക്കുന്നത് അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയല്ലേ അല്ലേ. ഈ ലാവൻഡർ ഗാർഡൻ്റെ തന്നെ പീക്ക് ടൈം ഓഫ് ബ്ലോയിങ് ടൈം ജൂലൈ ഓഗസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ചെന്ന് നിന്നൊരു ഭാഗം കുറച്ച് പൂക്കൾ കുറവുള്ള ഏരിയ ആയിരുന്നേ. അതുകൊണ്ടായിരിക്കണം കുറച്ച് ഭംഗിക്കുറവ് ഞങ്ങൾക്ക് തോന്നിയായിരുന്നു. പിന്നെ ഇവിടെ തന്നെ കുറേ പ്രൈവറ്റായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആവശ്യാനുസരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ ആഗ്രഹത്തിന് ഒത്ത രീതിയിൽ ഫോട്ടോസ് എടുത്ത് തരുമായിരുന്നു. അത് സ്പോട്ടിൽ തന്നെ ഫ്രെയിം ചെയ്ത് സെറ്റാക്കി തരുന്നു. പക്ഷേ പൗണ്ട് കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്കേ പോകാൻ നിന്നില്ല. പിന്നെ അതിൻ്റെ സൈഡിൽ കുറേ സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ നല്ല ടേസ്റ്റിലുള്ള കേക്കും ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ലാവൻഡർ കേക്ക് ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ ടോപ്പിങ്സായിട്ട് ലാവൻഡറിൻ്റെ പൂവൊക്കെ ഇട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതൊക്കെ കഴിച്ച് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഇറങ്ങി ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ